ഹായ് everyone, MyTechBite എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 30,000 രൂപയ്ക്ക് താഴെ വരുന്ന എൻ്റെ ലിസ്റ്റിലെ ബെസ്റ്റ് 5 സ്മാർട്ട് ഫോണാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലിസ്റ്റിലെ അഞ്ചാമത്തെ ഫോണാണ് സാംസങ് ഗാലക്സി A51. 6.5 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ തന്നെ എക്സിനോസ് 9611 പ്രോസസ്സറാണ്. 4GB റാം 64GB സ്റ്റോറേജും പിന്നെ 4GB റാം 128GB സ്റ്റോറേജും 8GB 6GB റാമും 128GB സ്റ്റോറേജ് വേരിയന്റുകളായിട്ട് തന്നെയാണ് വരുന്നത്. 48 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറയും 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. 4000 mAh ബാറ്ററിയാണ് സാംസങ് ഗാലക്സി A51 വരുന്നത്. അതിനോടൊപ്പം തന്നെ 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു ഫോണിൽ തന്നെ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ഫോൺ എൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള കാരണം ഒന്നാമത്തത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ മീഡിയ കൺസപ്ഷനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഗാലക്സി A51. പിന്നെ അത് കൂടാതെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും തന്നെയാണ് ഈ ഒരു A51 വരുന്നത്. സോ നമ്മൾ ഈ ഒരു A51 അൺബോക്സിംഗ് പ്ലസ് ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഐ കാർഡ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വാച്ച് ചെയ്യാം. അടുത്ത ലിസ്റ്റിലെ നാലാമത്തെ ഫോണാണ് Asus Zenfone 6Z. 6.4 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സർ തന്നെയാണ്. 6GB റാം 64GB ബേസ് വേരിയന്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ 6GB റാം 128GBയും അതുപോലെ തന്നെ 256GB വേരിയന്റും അവൈലബിൾ ആയിട്ടുണ്ട്. 48 മെഗാ പിക്സൽ ഡുവൽ ക്യാമറയാണ് വരുന്നത്. സോ ഈ ഒരു ക്യാമറക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഫ്ലിപ്പ് അപ്പ് ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. നമ്മുടെ ബാക്ക് ക്യാമറ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതായത് നമ്മുടെ ക്യാമറ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു Asus Zenfone 6Z അവൈലബിൾ ആയിട്ടുണ്ട്. മാസീവ് ആയിട്ടുള്ള 5000 mAh ബാറ്ററിയാണ്. അതോടൊപ്പം തന്നെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനോടൊപ്പം സപ്പോർട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ്ങും ഇതിൽ തന്നെ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒരു ഫോൺ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള കാരണം നമുക്ക് ഈ ഒരു ക്യാമറ DxO മാർക്ക് റേറ്റഡ് ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേ ഗൊറില്ല ഗ്ലാസ് 6ന്റെ പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് നാനോ എഡ്ജ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കും. അടുത്ത ലിസ്റ്റിലെ മൂന്നാമത്തെ ഫോണ് Redmi K20 Pro ആണ്. 6.39 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. 6GB റാം 64GB സ്റ്റോറേജ് ബേസ് വേരിയന്റ് തന്നെയാണ് വരുന്നത്. അത് കൂടാതെ തന്നെ 6GB റാം 128GB സ്റ്റോറേജും അവൈലബിൾ ആയിട്ടുണ്ട്. 48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയും 20 മെഗാ പിക്സൽ പോപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. 4000 mAh ബാറ്ററിയാണ് Redmi K20 Proയിൽ വരുന്നത്. അതോടൊപ്പം തന്നെ 27 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനോടൊപ്പം സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ ലിസ്റ്റിൽ ഈ ഒരു ഫോൺ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫോൺ എൻ്റെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത എൻ്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫോണാണ് Realme X3. 6.6 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് 120 Hz റീഫ്രഷ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേയോടൊപ്പം തന്നെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് ചിപ്സെറ്റ് തന്നെയാണ് ഇതിനോടൊപ്പം കൊടുത്തിട്ടുള്ളത്. 6GB റാം 128GB സ്റ്റോറേജും 8GB റാം 128GB സ്റ്റോറേജ് വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയും 16 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ആണ് വരുന്നത്. നെക്സ്റ്റ് ഇനി ബാറ്ററി 4200 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ലിസ്റ്റിലെ ഒന്നാമത്തെ ഫോണ് റിയൽമിയുടെ തന്നെ X3 സൂപ്പർ സൂം എഡിഷൻ ഫോൺ തന്നെയാണ്. സോ ഈ ഒരു ഫോണ് റീസെന്റ് ആയിട്ട് തന്നെയാണ് ലോഞ്ച് ചെയ്തത്. 6.6 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ തന്നെയാണ്. 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ടഡ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 855 പ്ലസ് പ്രോസസ്സർ തന്നെയാണ്. 8GB റാം 128GB സ്റ്റോറേജും 12GB റാം 128GB സ്റ്റോറേജ് വേരിയന്റ് ആയിട്ടും അവൈലബിൾ ആണ്. 64 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ പെരിസ്കോപ്പ് ലെൻസും ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് 60x സൂം വരെ സൂം ചെയ്യാൻ വേണ്ടി സാധിക്കും. 32 മെഗാ പിക്സലിന്റെ ഡുവൽ സെൽഫി ക്യാമറ തന്നെയാണ്. 4200 mAh ബാറ്ററിയോടൊപ്പം തന്നെ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനോടൊപ്പം സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒരു ഫോണിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അതായത് നമുക്ക് 60x വരെ സൂം ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് 30,000 രൂപയ്ക്ക് താഴെ വരുന്ന എൻ്റെ ലിസ്റ്റിലെ 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. സോ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരേക്കും ബൈ.